മലയാളത്തിൽ ദുഃഖപുത്രിയുടെ ഇമേജാണ് ശ്രീവിദ്യയ്ക്ക്. സിനിമയിൽ ദുഃഖമെന്ന ഭാവത്തെ നന്നായി അവതരിപ്പിക്കാൻ അവർക്കറിയാം. അവർ ജീവിതത്തിൽ ദുഃഖം ഏറെ ഏറ്റ കലാകാരിയാണ്. ശ്രീവിദ്യ ജനിച്ചത് ചെന്നൈയിൽ. തമിഴിലെ പ്രശസ്ത ഹാസ്യതാരമായിരുന്ന കൃഷ്ണമൂർത്തിയുടെയും സംഗീതജ്ഞ എം.എൽ. വസന്തകുമാരിയുടെയും മകളായി. ശ്രീവിദ്യയുടെ ബാല്യകാലത്ത് കൃഷ്ണമൂർത്തിക്ക് സ്ട്രോക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ശ്രീവിദ്യയെ വളർത്താൻ വേണ്ടി എം.എൽ. വസന്തകുമാരി നാടായ നാടൊക്കെ സംഗീത കച്ചേരി നടത്തി. അമ്മയുടെ തണലിലായിരുന്നു ശ്രീവിദ്യയുടെ ജീവിതം. ശ്രീവിദ്യയെ ചെറുപ്പകാലത്ത് തന്നെ സംഗീതം പഠിപ്പിച്ചു അമ്മ, നൃത്തം പഠിപ്പിച്ചു അമ്മ. അതിനിടയിൽ അവർക്കൊരു വിവാഹാലോചന വന്നു. സിനിമയിലെത്തുന്നതിന് മുമ്പ് അമേരിക്കയിലുള്ള എഞ്ചിനീയറായിരുന്നു വിവാഹാലോചനയുമായി എത്തിയത്. പക്ഷേ ശ്രീവിദ്യയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട് അയാൾ പിന്തിരിക്കും. തുടർന്ന് ശ്രീവിദ്യ സിനിമാ രംഗത്ത് എത്തി. ചട്ടമ്പി കവല എന്ന ചിത്രത്തിൽ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പി കവല എന്ന ചിത്രത്തിൽ സത്യൻ്റെ നായികയായി ശ്രീവിദ്യ അരങ്ങേറ്റം കുറിച്ചു. ചട്ടമ്പി കവല സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് മലയാള സിനിമയിലും തമിഴിലും ശ്രീവിദ്യയുടെ യുഗമായിരുന്നു, ഒരു യുഗപ്പിറവിയായിരുന്നു. അപൂർവരാഗങ്ങൾ എന്ന കെ ബാലചന്ദർ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് നായകനായ കമൽഹാസനും ശ്രീവിദ്യയും തമ്മിൽ പ്രണയബദ്ധരായി. പക്ഷേ കമൽഹാസനുമായുള്ള പ്രണയം ദാമ്പത്യത്തിലേക്ക് എത്തിക്കാൻ ശ്രീവിദ്യയ്ക്കായില്ല. കമൽ ശ്രീവിദ്യയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതാകും ശരി. ശ്രീവിദ്യ തകർന്നുപോയി. കമലുമായുള്ള വിരഹം മറക്കാൻ ശ്രീവിദ്യ ഓടി നടന്ന് അഭിനയിച്ചു. വീണ്ടും ശ്രീവിദ്യയെ ദൗർഭാഗ്യം പിടികൂടി. തീക്കനൽ എന്ന ചിത്രത്തിൽ മധുവും ശ്രീവിദ്യയുമായിരുന്നു നായികനായകന്മാർ. മധു വിനോദ് എന്ന അധോലോക നായകനെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു തീക്കനൽ. ആ ചിത്രത്തിൻ്റെ പ്രിന്റ് പോലും ഇപ്പോൾ കിട്ടാനില്ല. 1979 ആ ചിത്രം റിലീസ് ചെയ്തത്. വലിയ ഹിറ്റായിരുന്നു ഈ ചിത്രം. ഈ ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവ് ജോർജുമായി ശ്രീവിദ്യ പ്രണയത്തിലായി. അത് വിവാഹത്തിലെത്തി. ജോർജ് വലിയ പണക്കാരനാണ് എന്നായിരുന്നു ശ്രീവിദ്യ വിചാരിച്ചത്. പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷം അഭിനയ രംഗത്തേക്ക് ഇറങ്ങേണ്ട എന്നും ശ്രീവിദ്യ കരുതി. പക്ഷേ ജോർജ് ശ്രീവിദ്യയെ നിർബന്ധിച്ച് അഭിനയ രംഗത്തേക്ക് തള്ളിവിട്ടു. ശ്രീവിദ്യ അയാൾക്കും കുടുംബത്തിനും കറവപ്പശുവായി മാറി. ഒരു സുപ്രഭാതത്തിൽ ജോർജ് തനിനിറം കാട്ടി. ശ്രീവിദ്യയുടെ സ്വത്തും ആഭരണങ്ങളും എല്ലാം തട്ടിയെടുത്ത് അയാളവരെ തെരുവിലേക്ക് ഇറക്കിവിട്ടു. പിന്നീട് ശ്രീവിദ്യയുടെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. അതിനിടയിൽ വീണ്ടും പ്രണയം. സംവിധായകൻ ഭരതനുമായി ശ്രീവിദ്യ പ്രണയത്തിലായി. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിൽ വെച്ചാണ് ശ്രീവിദ്യയും ഭരതനും തമ്മിൽ പ്രണയത്തിലാവുന്നത്. ആ പ്രണയവും തകർന്ന് തരിപ്പണമായി. ശ്രീവിദ്യ ജോർജിനെതിരെ നിയമ പോരാട്ടം നടത്തി. നീണ്ടകാലം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തന്നിൽ നിന്ന് ജോർജും കുടുംബവും തട്ടിയെടുത്ത സ്വത്തൊക്കെ ശ്രീവിദ്യ തിരികെ വന്നു. പക്ഷേ ശ്രീവിദ്യയുടെ സ്വകാര്യ ജീവിതം കണ്ണീർ വീണ് നനഞ്ഞതായിരുന്നു. തമിഴിൽ രജനീകാന്തിനോടൊപ്പവും കമൽഹാസനോടൊപ്പവും ഒക്കെ അഭിനയിച്ച ശ്രീവിദ്യ, പിന്നെ നായികയായി അഭിനയിച്ച ശ്രീവിദ്യ, പിന്നെ അവരുടെ അമ്മയായും അഭിനയിച്ചു. പണമൊക്കെ സമ്പാദിച്ചപ്പോൾ ഏകാന്തത അവരെ വേട്ടയാടി. ശ്രീവിദ്യയുടെ മദ്യപാനാസക്തി സെറ്റുകളിൽ സംസാര വിഷയമായി മാറി. ശ്രീവിദ്യയുടെ PTP നഗറിലുള്ള വീട്ടിൽ ചെല്ലുന്നവർ കാണുന്നത് ഷെൽഫിൽ
നിരത്തി വച്ചിരിക്കുന്ന പലതരത്തിലുള്ള മദ്യക്കുപ്പികളായിരുന്നു. അത് ഒളിച്ചു വയ്ക്കാൻ അവർ അത് ഒളിച്ചു വയ്ക്കാനൊന്നും അവർ ശ്രമിച്ചില്ല. തൻ്റെ ജീവിതം, തൻ്റെ സ്വകാര്യ ജീവിതം അടുപ്പക്കാർക്ക് മുമ്പിൽ തുറന്ന പുസ്തകമായി അവർ അവതരിപ്പിച്ചു. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചപ്പോൾ വിധി അവരെ ക്രൂരമായ കൈകളാൽ വേദനിപ്പിച്ചു. വല്ലാത്തൊരു വിധിയാണ് അവരുടേത്. ബ്രസ്റ്റ് ക്യാൻസർ അവർക്ക് പിടിപെട്ടു. ക്യാൻസറിന്റെ ആദ്യ നാളിൽ ചികിത്സിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. ക്യാൻസർ തിരിച്ചറിഞ്ഞപ്പോൾ കീമോതെറാപ്പി ചെയ്യുമെന്ന ഭയത്താൽ അവർ തുടർ ചികിത്സ നടത്തിയില്ല. തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റലിൽ പത്മശ്രീ നേടിയ ഡോക്ടർ കൃഷ്ണൻ നായർ ആയിരുന്നു ശ്രീവിദ്യയെ ചികിത്സിച്ചിരുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ 3rd സ്റ്റേജിൽ എത്തുമ്പോഴാണ് ശ്രീവിദ്യ കീമോതെറാപ്പിക്ക് എത്തിയത്. പക്ഷേ മദ്യപാനാസക്തി മൂലം അവരുടെ കരള് തകർന്നിരുന്നു. കൃഷ്ണൻ നായർ എഴുതിയ RCCയും ഞാനും എന്ന പുസ്തകത്തിൽ ഒരു നടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിന് കീമോതെറാപ്പി ചെയ്യാൻ വന്ന നടിയെപ്പറ്റി. അത് ശ്രീവിദ്യയാണ്. എന്തായാലും ശ്രീവിദ്യ അന്തരിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, അമ്മയ്ക്കൊരു താരാട്ടം എന്നായിരുന്നു ആ സീരിയലിന്റെ പേരെന്നാണ് എനിക്ക് ഓർമ്മ. ആ സീരിയലിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ശ്രീവിദ്യ ക്യാൻസർ രോഗിയാണെന്ന കാര്യം ശ്രീകുമാരൻ തമ്പി വിളിച്ചു പറഞ്ഞതും അവർ മരണാസന്നയാണെന്ന കാര്യം അറിയിച്ചതും. ക്യാൻസറുമായി പൊരുതുമ്പോൾ കമൽഹാസൻ തിരുവനന്തപുരത്തെ PTP നഗറിലുള്ള ശ്രീവിദ്യയുടെ വീട്ടിലെത്തി. ഏറെ നേരം അവർ സംസാരിച്ചു. കമലെത്തിയത് മാധ്യമങ്ങൾ വാർത്തയാക്കി. അധികം വൈകാതെ ശ്രീവിദ്യ അന്തരിച്ചു. PTP നഗറിലെ വീടും കോടികൾ വിലമതിക്കുന്ന മദ്രാസിലെ വീടും ഒക്കെ നഷ്ടമായി അവർക്ക്. കാരണം PTP നഗറിലെ വീട് അവർ സിനിമാ നടനും മന്ത്രിയുമൊക്കെ ആയിരുന്ന ഗണേശനെ ഏൽപ്പിച്ചു നോക്കാൻ. ഗണേശനെ ഏൽപ്പിച്ച് അത് നൃത്ത പഠനശാലയാക്കി മാറ്റാൻ അവർ ആഗ്രഹിച്ചു. അത് നടന്നില്ല. മദ്രാസിലെ വീട് ടാക്സ് കൊടുക്കാതെ കോടികൾ കുമിഞ്ഞുകൂടി. ആ വീടും അന്യാധീനപ്പെട്ടു. ശ്രീവിദ്യയുടെ ജീവിതം വലിയൊരു ദുരന്തമായിരുന്നു. ഇത്രയും ദുരന്തത്തിലൂടെ സഞ്ചരിച്ച മറ്റൊരു നടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീവിദ്യ വളരെ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തത് മധുമൊത്താണ്. നസീർ ഷീല ജോഡികൾ പോലെ തന്നെ ശ്രീവിദ്യ ജോഡികളും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു. ജീവിതമൊരു ഗാനം, തീക്കനൽ, വേനലിലൊരു മഴ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ, മീൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ശ്രീവിദ്യ ജോഡികൾ അരങ്ങത്തടുത്തു. എന്തായാലും ശ്രീവിദ്യ വിട പറഞ്ഞു. PTP നഗറിലെ വീട് ഒരു സ്മാരകം പോലെ നിലകൊള്ളുന്നു. ആരും തിരിഞ്ഞു നോക്കാനല്ലാത്ത ആ വീട്, മദ്രാസിലെ കോടികൾ വിലമതിക്കുന്ന വീട് നികുതി അടയ്ക്കാൻ ആരുമില്ലാത്തതിനാൽ, നികുതി തന്നെ കോടികളായി, നികുതി അടയ്ക്കാൻ ആരുമില്ലാത്തതിനാൽ അങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കുന്നു. ശ്രീവിദ്യ തൻ്റെ ബന്ധുക്കളെയൊന്നും അവസാന കാലത്ത് അടുപ്പിച്ചിരുന്നില്ല. തൻ്റെ ബന്ധുക്കളൊക്കെ തനിക്ക് ശത്രുക്കളാണെന്ന ഒരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. തൻ്റെ കൂടെ തന്നെ അവസാന കാലത്ത് നോക്കിയ ജോലിക്കാരന് നല്ലൊരു തുക ശ്രീവിദ്യ ബാങ്കിലിട്ട് കൊടുത്തു. അത്ര മനസ്സലിവുള്ള നടിയായിരുന്നു ശ്രീവിദ്യ.